ആലുവ നഗരസഭാ ആസ്ഥാനത്തിന് മുന്നിലുള്ള ജലധാര പുനർനിർമ്മാണ കേസിൽ വിജിലൻസ് പരിശോധന നടന്നു. ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തത് കൂടാതെ ജലധാര വറ്റിച്ച് വിസ്തീർണം ഉപയോഗിച്ച നിർമ്മാണ വസ്തുക്കൾ എന്നിവയുടെ എസ്റ്റിമേറ്റും എടുത്തു. കഴിഞ്ഞ ദിവസം വിജിലൻസ് മധ്യമേഖലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ശതാബ്ദിയോട് അനുബന്ധിച്ച് നഗരസഭാ ഓഫീസിന് മുന്നിലെ ജലധാര 7 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം ജലധാര സ്ഥാപിച്ചിരിക്കുന്ന ടാങ്കിലെ വെള്ളം പമ്പ് ചെയ്ത് വറ്റിച്ചാണ് പരിശോധന നടത്തിയത്. ജലധാര നിർമ്മാണം നടന്ന കാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥരെയടക്കം വിളിച്ചുവരുത്തി വിവരങ്ങൾ ശേഖരിച്ചു എന്നാണ് വിവരം. 2024 ഡിസംബറിൽ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിച്ചിരുന്നു. തുടർന്നാണ് വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. 2021 സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ 7 ലക്ഷം രൂപ ഗ്രാന്റ് ഉപയോഗിച്ചാണ് ജലധാരയുടെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ ചെയ്തത്. എന്നാൽ ഇതേ ജോലികൾക്ക് സ്വകാര്യ വ്യവസായ സ്ഥാപനത്തിൽ നിന്നും കൗൺസിലും എഞ്ചിനീയറിംഗ് വിഭാഗവും അറിയാതെ 6.36 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാരോപിച്ച് പൊതുപ്രവർത്തകർ നൽകിയ പരാതിയിലാണ് അന്വേഷണം. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം നേരിട്ട് ചെയ്ത ജോലി മറ്റൊരാൾക്ക് കരാർ നൽകിയതായി കൃത്രിമ രേഖയുണ്ടാക്കി കരാറുകാരൻ്റെ പേരിലാണ് വ്യവസായ സ്ഥാപനത്തിൽ നിന്നും തുക കൈപ്പറ്റിയതെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ഓംബുഡ്സ്മാനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.